10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തായിരിക്കും എൻ്റെ കുട്ടികളെല്ലാവരും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും +1 പോകുന്നത്. അപ്പോൾ +1 വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എപ്പോഴും നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നതായിരിക്കും കുറേ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു ബയോളജി സയൻസ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബയോളജിയിൽ എന്തൊക്കെയുള്ള മാറ്റങ്ങളാണ്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ, നിങ്ങൾ +1 വരുമ്പം നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബോർഡിലുള്ള ചേഞ്ച് ആണ്. അതായത് നിങ്ങളിപ്പം സ്റ്റേറ്റ് ബോർഡായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ +1 +2 വരുമ്പം നിങ്ങൾ എന്താണ് NCERT ബോർഡിലേക്ക് മാറാണ്. അപ്പം CBSEയിലുള്ള മക്കളാണെങ്കിൽ 10 വരെയും NCERT ബോർഡ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ +1 +2 നിങ്ങൾക്ക് വലിയ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് നിങ്ങൾ NCERTയിലേക്ക് വരുമ്പം ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാംഗ്വേജിനൊരു വ്യത്യാസമുണ്ട്. NCERT ബോർഡ് എന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബുക്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജി സയൻസ് എടുക്കുമ്പോഴായാലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോഴായാലും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കുറച്ചൊരു സമയത്തിലൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 വരുമ്പം പണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങളുടെ ഇപ്പോൾ സിലബസിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് നിങ്ങൾക്ക് 22 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 22 ചാപ്റ്റേഴ്സിൽ നിന്ന് 3 ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ 19 ചാപ്റ്റേഴ്സാണ് ബയോളജിയുടെ കാര്യത്തിലുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ +1 ബയോളജിയിലേക്ക് വരുമ്പം നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും ബേസിക്സ് ആണ്. നിങ്ങളിനിപ്പോൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് +1 +2 കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും, ഇനി അതല്ല നിങ്ങൾ ഏത് ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബയോളജി ഫീൽഡാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ബേസിക്സ് ആണ് നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 19 ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെയൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെയൊക്കെ ക്ലാസ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല എന്നാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇനി +1 മനസ്സിലാവും. കാരണം 9ാം ക്ലാസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ബേസിക്സ്, അതായത് +1 നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ബേസിക്സ് ആണ് നിങ്ങൾ 9ൽ പഠിച്ചത്. നിങ്ങൾ 10ൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നിങ്ങൾ +2 പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 9ഉം 10ഉം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾ ബയോസയൻസ് എടുത്ത് നമ്മളുടെ +1 വരുമ്പം നിങ്ങൾ കാണാൻ പോകുന്ന 10-9 ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആകെ ഒരു മാർക്കിനൊക്കെയുള്ള ചോദ്യമേ വരുള്ളൂ. ജസ്റ്റ് ഒരു +1ൻ്റെ ലാംഗ്വേജ് ഒന്ന് മനസ്സിലാക്കാനും അതിൻ്റെ കണ്ടൻറ്റ് ഒക്കെ മനസ്സിലാക്കാനും ഒരു ബേസിക്സ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ളൊരു ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഇതും നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, അനിമേലിയ, ഫംഗൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലാബറേഷനാണ് ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വൈറസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് 3 കിങ്ഡംസാണ് പഠിക്കുന്നത്. അതായത് മൊനീറ, പ്രൊട്ടിസ്റ്റ, അതേപോലെ തന്നെ ഫംഗൈ. ഈ 3 കിങ്ഡംസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് 4ാമത്തെ 5ാമത്തെ കിങ്ഡം പഠിക്കാനില്ലേ? ഉണ്ട്. 4ാമത്തെ കിങ്ഡം, അതായത് കിങ്ഡം പ്ലാന്റേ ആണ്, അതായത് പ്ലാൻ കിങ്ഡം ആണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഗേനെ കുറിച്ച് പഠിക്കും, ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പഠിക്കും, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഈ 5 ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കിങ്ഡം ആൻഡ് നമ്മുടെ +1 ബയോളജിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കിങ് ഓഫ് +1 അല്ലെങ്കിൽ ക്വീൻ ഓഫ് +1 എന്നൊക്കെ നമുക്ക് അനിമൽ കിങ്ഡത്തിന് പറയാം. കാരണം നിങ്ങളുടെ എക്സാമിന് 10 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് അനിമൽ കിങ്ഡത്തിന് വരാറുണ്ട്. അത് നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ആൻഡ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചധികം എക്സാമ്പിൾസും കുറച്ചധികം ഫൈലംസും എല്ലാം പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ എക്സാമിനറുടെ കൂടെ നമ്മുടെ അഗ്നി ബാച്ചിൽ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും സീനിയേഴ്സോ കസിൻസിനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവരോട് ആരോടെങ്കിലും ഈ ചാപ്റ്ററിനെ കുറിച്ച് ചോദിക്കുക. നമ്മുടെ എക്സാമിനറിൽ പഠിച്ച മക്കളാണെങ്കിൽ പറയും അവരുടെ ഫേവറേറ്റ് ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം എന്ന്. കാരണം അത്ര അടിപൊളിയായിട്ടാണ് നമ്മുടെ ബാച്ചിൽ നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. ഇത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ മക്കളെ ഇതൊരു പാർട്ട് 1 പാർട്ട് 2 നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിനെ പറയാം. അപ്പോൾ ഈ മോർഫോളജി എന്ന്
പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ്, അതായത് പുറമേ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെങ്കിൽ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാറ്റമിയാണ്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സാണ് പഠിക്കുക. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. അതായത് ഒരു ഓർഗാനിസത്തിന് എങ്ങനെയാണ് സ്ട്രക്ചറലി ഫിറ്റ് ആയിരിക്കുന്നത്, സെല്ല്, ടിഷ്യൂ സിസ്റ്റം. അതിൽ തന്നെ കുറച്ച് അധികം പഠിക്കാനുണ്ടായിരുന്നു. മണ്ണിര, ഫ്രോഗ്, അതിൽ നമ്മുടെ കോക്രോച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ എർത്ത് വാമും കോക്രോച്ചും ഒക്കെ റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് ആകെ ഈ ചാപ്റ്ററിൽ ഫ്രോഗിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. നിങ്ങൾ സെൽ ഓർഗനിസത്തിനെ കുറിച്ചൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് വേർഷനാണ് ഈ ചാപ്റ്ററിൽ, സെൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 9ാമത്തെ ചാപ്റ്റർ ഒരു അടിപൊളി ബേസിക്സ് ചാപ്റ്ററാണ്. അതായത് ഇതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പ്ലസ് ടുവിൽ എത്തുമ്പോൾ നിങ്ങൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിക്കുമ്പം നമ്മുടെ DNA കുറിച്ച്, RNA കുറിച്ച്, പ്രോട്ടീനെ കുറിച്ച്, അമിനോ ആസിഡ്സിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി 10ാമത്തെ ചാപ്റ്റർ മിസ്സിൻ്റെ എൻ്റെ പ്ലസ് 1-ലെ 2 ഫേവറേറ്റ് ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞാൽ ഒന്ന് അനിമൽ കിങ്ഡം, പിന്നെ ഒന്ന് സെൽ സൈക്കിളും ആണ്. അതായത് സെല്ല് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മുടെ മൈറ്റോസിസ്, മിയോസിസ് എന്നൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മലയാളം മീഡിയത്തിലെ മക്കളാണെങ്കിൽ ക്രമഭംഗം, മൂലഭംഗം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിച്ചത്. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കണേ. ഇനി 11ാമത്തെ ചാപ്റ്റർ ഒരു അടിപൊളി ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ചെടികളിൽ എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഒരു റിയാക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ പറയുക, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു മേളമാരി ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലത്തെ ഒരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഇതും ഈ പറഞ്ഞതുപോലെ കുറേ സ്റ്റെപ്പായി നിങ്ങൾ ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിൾ എന്നൊക്കെ ജസ്റ്റ് 2-3 സ്റ്റെപ്പിലൊക്കെ ആയിരിക്കും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങളിവിടെ പഠിക്കും. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു കളിയാണ് ഇവിടെ. ഓക്കെ, ഇനി അടുത്തൊരു കുഞ്ഞു ചാപ്റ്ററാണ് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് റെഗുലേറ്റേഴ്സ്. കുറച്ച് പ്ലാൻ ഹോർമോൺസും അവരെങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്ലാന്റ്സിൽ വരുത്തുന്നത്, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് അവസാനിച്ചു. ഇനി നമ്മുടെ ഹ്യൂമൻസിൻ്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ തന്നെ ബ്രീത്തിങ് ആണ്. ഡൈജഷൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ബ്രീത്തിങ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബ്രീത്തിങ് ഇൻ ഓർഗാനിസംസ് എങ്ങനെയാണ്, വെന്റിലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം എന്താണ്, അതൊക്കെ പറയുന്ന ഒരു കുഞ്ഞ് സിമ്പിൾ അടിപൊളി ചാപ്റ്ററാണ്. സെറ്റാക്കി എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മളതാ 15ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഹാർട്ട്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ ബോഡിയിലൂടെ എങ്ങനെയാണ് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്ക് ന്യൂട്രിയൻസ് കൊടുക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്ന ആരൊക്കെയാണ്, ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്, ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്, എല്ലാം നമ്മളിവിടെ കീറി മുറിച്ച് നമ്മുടെ ഹാർട്ടിനെ നമ്മളൊരു സർജറി ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ഇനി 16ാമത്തെ ചാപ്റ്റർ നമ്മുടെ എക്സ്ക്രീഷനാണ്. സെയിം ഒരു നല്ല രസമുള്ള ചാപ്റ്ററാണ്. ദെൻ 17ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. നമ്മുടെ ബോൺസ്, മസിൽസ്, കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്ന, ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. 18ാമത്തെ ചാപ്റ്റർ ഒരു അടിപൊളി ചാപ്റ്ററാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ആൻഡ് നമ്മുടെ നമ്പർ എവിടേക്കോ നമുക്ക് തെറ്റിപ്പോയല്ലോ, 19ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്, അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഈ ചാപ്റ്റേഴ്സും ഇതിൻ്റെ എണ്ണം ഒന്നും കണ്ടുതരാൻ മക്കൾ പേടിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം ഇന്നുണ്ട്, അഗ്നി ബാച്ച് ഉണ്ട്. ഓക്കെ, മിസ് ഉണ്ടാവും, അലക്സ് സാർ ഉണ്ടാവും, ജസീൽ സാർ ഉണ്ടാകും, അലൻ സാർ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് സെറ്റാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും ഓരോ ചാപ്റ്ററും ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കാൻ പറ്റും. എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളിലൂടെയും പിന്നെ നിങ്ങൾക്ക് നോട്ട്സും ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാമും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസും അതുപോലെ തന്നെ കംപ്ലീറ്റ് ബുക്ക് സെറ്റും ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതെൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ അഗ്നി ബാച്ചിൽ റിസൾട്ടാണ്. ഇതുപോലെ 1 മാർക്ക് കുറഞ്ഞവരും 2 മാർക്ക് കുറഞ്ഞവരൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് +1-ന്
നമ്മുടെ ബാച്ചിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതാണ് മക്കളെ. ഇപ്പം നിങ്ങൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 5990 കിട്ടും. നമ്മുടെ പൃഥ്വി ബാച്ച് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നീറ്റ് കൂടെ കിട്ടും കേട്ടോ. അതായത് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും കൂടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, +1 +2 ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതുപോലെ യോധ ബാച്ചിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജെഇയുടെ കോച്ചിങ് കിട്ടുന്നുണ്ടാകും. താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ നീറ്റ് ബാച്ചിലാണ് ഉണ്ടാവുക കേട്ടോ. നീറ്റ് ജെഇ എക്സ്ട്രാ ക്ലാസ്, നീറ്റ് ജെഇ എക്സ്ട്രാ ലൈവ് ക്ലാസ്, വർക്ക്ഷീറ്റ്, നീറ്റ് ബേസ്ഡ് എക്സാം, ഇതെല്ലാം നമ്മുടെ നീറ്റ് ആൻഡ് ജെഇയുടെ ബാച്ചിലാണ് ഉണ്ടാവുക. ഈ കാര്യങ്ങൾ നമ്മുടെ +1 അഗ്നി ബാച്ചിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിച്ച് ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.